പൂപ്പാറ എസ്റ്റേറ്റ്. അവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ പണിക്ക് വരുന്നവരിൽ ഭൂരിപക്ഷവും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവർ കുടുംബസമേതം തേയിലത്തോട്ടങ്ങളുടെ ഓരം പറ്റി ചെറു കുടിലുകൾ താമസിക്കുന്നു. പകല് മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും തോട്ടങ്ങളിൽ പണിയെടുക്കുന്നു. വൈകുന്നേരം കിട്ടുന്ന തുച്ഛമായ വരുമാനവുമായി കുടിലുകളിലേക്ക് മടങ്ങുന്നു. കുഞ്ഞുങ്ങളുള്ളവർ മരത്തിൻ്റെ ചില്ലകൾ തൊട്ടുകെട്ടി അതിൽ കുഞ്ഞിനെ ഉറക്കി പണിക്കിറങ്ങും. മിക്കപ്പോഴും പല വീടുകളിലായി 6-7 കുട്ടികളുണ്ടാവും. അവരെ മൊത്തം നോക്കേണ്ട ഉത്തരവാദിത്വം കുടിലുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട യുവതികൾക്കാണ്. മറ്റുള്ളവർ പണിക്ക് പോയി വരും വരെ അവർ കുഞ്ഞുങ്ങളെ നോക്കി മരച്ചുവട്ടിലിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കുട്ടികളെ നോക്കിയിരുന്ന ഒരു സ്ത്രീയെ ഒരു കാട്ടുകൊമ്പൻ അതിക്രൂരമായി കൊന്നിരിക്കുന്നു. ഗജഭീമൻ സ്ത്രീകളെയാണ് സ്ഥിരം ഇരയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ കൊല്ലുകയും ശവശരീരത്തെ വികൃതമാക്കുകയും ചെയ്യുന്നതാണ് സ്വഭാവം. ഇന്നും ഈ യുവതിയെ കൊന്നിരിക്കുന്നത് മാത്രമല്ല, ശവത്തിനരികിലായി ഒറ്റ നിൽപ്പാണ്. അരികിൽ തൊട്ടില്ലായി കുറേ കുട്ടികൾ. എന്തും സംഭവിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് ആദി പിടിച്ച് തൊഴിലാളികളുടെ കൂട്ടം ഒരു വശവും മറുവശം ആനയും. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആനയ്ക്ക് ഒരു കുലുക്കവുമില്ല. വിവരമറിഞ്ഞ് കമ്മീഷണർ സ്ഥലത്തെത്തി. ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവായി. ആനയെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള വേട്ടക്കാരൻ മാത്തൂന് ആളുപോയി. ഒരു ട്രാക്ടറിൽ 2 തൊഴിലാളികൾക്കൊപ്പം കാട്ടുവഴികളിലൂടെ ഏറെ ശ്രമപ്പെട്ട് മാത്തു സ്ഥലത്തെത്തി. അപ്പോഴേക്കും സമയം 3 മണിയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? മാത്തുണ്ണിയുടെ വാക്കുകളിലൂടെ സഞ്ചരിക്കാം. 2 ചെരുവുകൾ ചെന്നിറങ്ങുന്ന പുഴധാര പോലെയുള്ള സ്ഥലത്തേക്ക് ട്രാക്ടർ ഓടിക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പുറത്ത് പൊക്കമുള്ള മരങ്ങളും കുറ്റിച്ചെടികളുമുണ്ട്. അവയുടെ മറവിൽ കൂടി കയറി കൊലകൊമ്പൻ്റെ അടുക്കലേക്ക് മെല്ലെ നീങ്ങി. മരങ്ങളുടെ മറവ് പറ്റി ആനയുടെ 100 വാര അകലെത്തിയപ്പോഴേക്കും ആ കൊലയാളിയുടെ കൊമ്പ് ദൃശ്യമായി. നല്ല വളവുണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയതും അവൻ്റെ കണ്ണിൽപ്പെട്ടു. കണ്ടപാടെ അവൻ അലറി. എൻ്റെ ഷർട്ടാണോ നടപ്പാണോ അതോ മീശയാണോ അവന് പിടിക്കാതെ പോയത്? അലറിക്കൊണ്ടവൻ തല കിഴക്കോട്ട് തിരിച്ചു. ആ ഒറ്റ നിമിഷത്തിൽ എനിക്ക് അവൻ്റെ ചെവിയുടെ അടുത്തുള്ള മർമ്മസ്ഥാനം കാണാൻ കഴിഞ്ഞു. അവിടേക്ക് ലക്ഷ്യം വെച്ച് 2 തവണ വെടിപൊട്ടിച്ചു. 2 ഉണ്ടകൾ. ആനയുടെ വലത്തെ ചെവിയുടെ തൊട്ടുപുറകെ കൂടി തുളച്ചിറങ്ങി. എന്നിട്ടും അവൻ എൻ്റെ നേരെ കുതിച്ചു. മുന്നോട്ടായാനാവാതെ അവൻ നിലതെറ്റി. അവൻ ആകെ ഉലഞ്ഞു. ഒരു വശത്തുള്ള മരത്തിലേക്ക് വലിയ ശബ്ദത്തോടെ ചരിഞ്ഞു. മരത്തെ കടപുഴക്കി ഉഗ്രശബ്ദത്തോടെ അത് ഭൂമിയിലേക്ക് വീണു. ഉടനെ ഞാൻ അവൻ്റെ നേർക്കോടി. 10 അടി ഇപ്പുറം നിന്നുകൊണ്ട് 2 ഉണ്ട കൂടി തലച്ചോറിലേക്ക് പായിച്ചു. എന്നിട്ട് അതുവരെ ചെയ്യാത്ത ഒരു കാര്യം കൂടി ചെയ്തു. അവൻ്റെ പള്ളയ്ക്ക് മീതെ കയറി ബൂട്ടുറപ്പിച്ച് നിന്നു. കുറേ സാധു സ്ത്രീകളെ നിഷ്കരുണം കൊന്നു എന്നതും ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഭീഷണി ഉയർത്തി എന്നതും എന്നെ ഏറെ ചൊടിപ്പിച്ചിരുന്നു. വേട്ട ഒരു വല്ലാത്ത അനുഭവമാണ്. ക്രൗര്യം നിറഞ്ഞ കണ്ണുകളോടെ കൊലവിളിയുയർത്തി കൊടുങ്കാറ്റിൽ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ പാഞ്ഞെടുക്കുന്ന കൊലകൊമ്പൻ. കണ്ണിമ ചിമ്മാതെ ജീവൻ പണയം വെച്ചുകൊണ്ട് തോക്കിൻ്റെ കാഞ്ചിയിൽ വിരൽ കൊരുത്തു നിൽക്കുന്ന വേട്ടക്കാരൻ. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ ഏതാനും നിമിഷങ്ങളുടെ ദൈർഘ്യം മാത്രം. കാടിന് നടുക്കി മുഴങ്ങുന്ന വെടിയൊച്ച, പൊടിപടലമുയർത്തി മുട്ടുകുത്തുന്ന ഗജഭീമന്മാർ. കേരളത്തിലെ എണ്ണം പറഞ്ഞ വേട്ടക്കാരുടെ ഒടുവിലത്തെ കണ്ണികളിൽ ഇട്ടൻ മാത്തുക്കുട്ടിയുടെ നായാട്ടനുഭവങ്ങൾ വ്യത്യസ്ത അനുഭവമായി നിൽക്കുന്നു. നിങ്ങളുടെ വായനയ്ക്ക് മോടി കൂട്ടാൻ ഈ പുസ്തകം ഉപകരിക്കട്ടെ.